കളമെഴുത്തും നാഗത്തറയും യക്ഷിക്കഥകളും കടുത്ത ചായങ്ങൾ നിറച്ച നമ്മുടെ ഓർമ്മകളിലേക്ക് ചടുലമായ നൃത്തച്ചുവടുകളുടെ അകമ്പടികളോടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോവാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ഷാബിയ ടോൽവിലെ ആധ്യാത്മിക സമിതി, ബാലഭാരതി, യോഗ, മാതൃസമിതി എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ. സോ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. തിന്മകൾക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവർ, കുരുതി കൊടുക്കപ്പെട്ടവർ ദൈവമായി തിരികെ എത്തി പ്രതികാരമൂർത്തികളായി ദൈവമായി മാറും. അവർ ദൈവമായി പ്രത്യക്ഷപ്പെടും. ഉച്ചനീചത്വ ചിന്തകൾ പാടെ വലിച്ചെറിഞ്ഞ് എല്ലാ മനുഷ്യരും പ്രകൃതിയും ഒന്നാകുന്ന ദൈവസങ്കല്പം. പ്രകൃതിയെ ദൈവമായി കാണുന്ന ഒരു സംഘകാല ചരിത്രം നമുക്കുണ്ട്. മനുഷ്യന് പ്രകൃതിയില്ലാതെ നിലനിൽപ്പില്ല. എന്നാൽ പ്രകൃതിക്ക് മനുഷ്യന്റെ നിർബന്ധം ആവശ്യമേ ഇല്ല. ആ പ്രകൃതി സ്വന്തം മക്കളായ മനുഷ്യരുടെ ചൂഷണത്തിന് ഇരയാകുന്ന അവസ്ഥയിൽ ചില മുന്നറിയിപ്പ് താക്കീതുകൾ നൽകാറുണ്ട്. പ്രളയമായും പേമാരിയായും ചുടുകാറ്റായും പ്രകൃതി തന്റെ പ്രിയപ്പെട്ട മനുഷ്യവർഗത്തോട് ശാസിക്കുമ്പോഴും അത് തിരിച്ചറിയാനാവാത്ത മനുഷ്യൻ സ്വാർത്ഥ താല്പര്യം മൂലം നിർമ്മിക്കപ്പെടുന്ന ഒരു സംഘർഷമുണ്ട്. അത് തിരുത്താൻ ആജ്ഞാപിക്കുന്ന ദൈവരൂപങ്ങൾ വരെയുണ്ട്. അങ്ങനെ ഒരു ദൈവരൂപത്തെ കുറിച്ച് കേട്ടറിഞ്ഞില്ലെങ്കിൽ കണ്ടറിയാമല്ലോ. പണ്ട് പണ്ട്, വളരെ പണ്ട്, ബ്രഹ്മമലകൾക്കും അപ്പുറത്തൊരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. വടക്ക് മാറി കാടിനോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന കൊട്ടിയൂർ എന്ന ദേശം. അവിടെ നീലി എന്ന പേരുള്ള ഒരു കൊച്ചു അടിയാത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇടതൂർന്ന കാർക്കൂന്തലും വാലിട്ടെഴുതിയ കണ്ണും നീലി പെണ്ണിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കി. കാടിനെയും കാട്ടുപൂഞ്ചോലകളെയും സ്നേഹിച്ച് അങ്ങനെ നീലി വളർന്നു. സുന്ദരിയായ നീലയ്ക്ക് ഒരാഗ്രഹം. തനിക്കും അറിവ് നേടണം. ആരും കാണാതെ നീലയ്ക്ക് അറിവുകൾ പകർന്നു നൽകി നമ്മുടെ എഴുത്തച്ഛൻ. പിറ്റേന്ന് ആ നാടുണർന്നത് നീലിയുടെ മരണവാർത്ത അറിഞ്ഞു.
സ്നേഹിച്ച ജനങ്ങളോട് താൻ വലിയ തെറ്റ് ചെയ്തു എന്ന ബോധം നീലിയിലുണ്ട്. കാലക്കാട്ട് നമ്പൂതിരി തന്റെ കൂടെ വരാൻ നീലിയോട് ആവശ്യപ്പെട്ടു. ആ ഘോര വനത്തിനുള്ളിൽ നമ്പൂതിരി നീലിയെ തളച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു.